എന്റെ പൊന്നു സിദ്ധു, ആ പെണ്ണിന്റെ പ്രാർത്ഥന കൊണ്ടുകൂടിയാ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ദേവിക പ്രാർത്ഥിച്ചിട്ടുണ്ട്, എനിക്കതറിയാം. ഓ, ഒരു ദേവിക. എടാ, ഞാൻ പറഞ്ഞത് അതല്ല, നമ്മുടെ ചന്ദ്രമോളുടെ കാര്യമാ. നീ അവളെ കെട്ടിയില്ലെങ്കിലേ പിന്നെ ഇവിടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തും സംഭവിക്കട്ടെ, ഞാനായിട്ട് കയ്യിലെടുത്ത് പിടിച്ച തീവട്ടി അല്ലല്ലോ അത്. ചേച്ചി കൊണ്ടുവന്നതല്ലേ. അപ്പോ ആ തീ അണയ്ക്കേണ്ട ചുമതലയും ചേച്ചിക്ക് തന്നെയാ. എന്റെടാ, നിന്റെ ഭാവി ഓർത്തിട്ടല്ലേടാ ഞാൻ ഇതൊക്കെ ചെയ്തത്. പിന്നെ ഭാവി, അവളെ കെട്ടിയാലേ എന്റെ ഉള്ള ആയുസ് കൂടി പെട്ടെന്ന് തീരും. പെണ്ണൊരുമ്പെട്ടാലെന്ന് നീ കേട്ടിട്ടുണ്ടല്ലോ. ഇത്രയും നാൾ ഇവിടെ വന്ന് താമസിച്ചിട്ടേ നാളെ വേറൊരാളെ കെട്ടി അവക്ക് ജീവിക്കാൻ പറ്റുമോ? ആ കൊച്ചിന്റെ ഭാവി എന്താവും? അതൊക്കെ ബാഗും തൂക്കി ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് ആലോചിക്കണമായിരുന്നു. അതെങ്ങനെയാ വളഞ്ഞ വഴിയിലൂടെ ക്രിയേറ്റ് ചെയ്യുക എന്നതായിരുന്നല്ലോ ഉദ്ദേശം. എടാ മോനെ, എന്തായാലും ഇങ്ങനൊക്കെ സംഭവിച്ചു. നമ്മളെ വിശ്വസിച്ച ആ കൊച്ചി ഈ വീട്ടിൽ വന്ന് താമസിക്കുന്നത്. നീ മാന്യനാണെന്നും അവക്കൊരു ദോഷവും സംഭവിച്ചിട്ടില്ലെന്നും നമുക്കല്ലേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ചേച്ചിയമ്മയുടെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ ഞാൻ അവളോട് എന്തോ തെറ്റ് ചെയ്തു. അതിന് പ്രായശ്ചിത്തമായിട്ട് അവളെ കെട്ടണമെന്നാ പറയുന്നതെന്ന്. ദേവിക എന്ന ആ പാവത്തിനോടുള്ള വൈരാഗ്യമാണ് ചേച്ചിയമ്മ ഈ വൈതരണിയിൽ കൊണ്ടിട്ടേക്കുന്നത്. അതുകൊണ്ട് ചേച്ചിയായിട്ട് ക്രിയേറ്റ് ചെയ്ത പ്രശ്നത്തിനുള്ള പരിഹാരവും ചേച്ചി സ്വയം കണ്ടെത്തിയാൽ മതി. മോനെ, ചേച്ചി വേണ്ട, ഈ കാര്യത്തിൽ ഇനി ഒരു സംസാരവുമില്ല. ചേച്ചി, ഇനി എനിക്ക് ഹോസ്പിറ്റലിൽ കിടക്കാൻ സൗകര്യവുമില്ല. എന്റെ ഒപ്പം ദേവിക വരാൻ തയ്യാറായാൽ അവളെയും കൂട്ടി ഞാൻ ഇങ്ങോട്ട് തന്നെ വരും. ചേച്ചിക്ക് സൗകര്യമുണ്ടെങ്കിൽ ഒരു നിലവിളക്കുമായിട്ട് കാത്തു നിൽക്കാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അച്ഛനും അളിയനും കാണും.